2016 ഒരു നവംബറിൽ ഫ്രാൻസിലെ സൗമൂറിലുള്ള ഒരു ദേവാലയത്തിൻ്റെ മേൽക്കൂരയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടെയായിരുന്നു മരപ്പണിക്കാരനായ ചാൾസ് 50 അടി താഴ്ചയിൽ നിന്ന് നിലത്തേക്ക് വീഴുന്നത്. നിലത്തു നിന്നും എഴുന്നേൽക്കുമ്പോൾ ഒരു മരക്കഷ്ണം ആ യുവാവിൻ്റെ ശരീരത്തിൽ തുളഞ്ഞു കയറിയിട്ടുണ്ടായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ഗുരുതരമായി പരിക്കുകൾ ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ അന്ന് തന്നെ ആശുപത്രി വിട്ടു. ഈ വീഴ്ചയിൽ നിന്നും നീ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ നിന്റെ നാമമുള്ള വൈദികനായ ചാൾസ് ഡി ഫൗക്കോൾഡിന്റെ മധ്യസ്ഥതയിലായിരിക്കുമെന്ന് ചാൾസിന്റെ തൊഴിലുടമ അവനോട് പറഞ്ഞു. പിന്നീട് ചാൾസ് ഡി ഫൗക്കോൾഡിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കാനുള്ള നടപടിക്രമങ്ങളിൽ ഈ യുവ മരപ്പണിക്കാരൻ ഒരു നിമിത്തമാവുകയായിരുന്നു. 4 വർഷങ്ങൾക്ക് ശേഷം അന്ന് മരണത്തിൽ നിന്ന് ആ ചെറുപ്പക്കാരൻ രക്ഷപ്പെട്ടത് ഫൗക്കോൾഡിന്റെ മാധ്യസ്ഥത്തിൽ സംഭവിച്ചതാണെന്ന് ഔദ്യോഗികമായി അംഗീകരിച്ചു. 2022 മെയ് 15 ഫൗക്കോൾഡിനെ വിശുദ്ധനായി സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് ഉയർത്തുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ ഈ യുവ മരപ്പണിക്കാരനും എത്തിയിരുന്നു. ഈ സംഭവം നടക്കുന്നതിന് മുൻപ് ചാൾസ് ഒരു വിശ്വാസിയായിരുന്നില്ല, മാമോദീസ സ്വീകരിച്ചിരുന്നുമില്ല. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. വിശുദ്ധന്റെ മധ്യസ്ഥതയിലൂടെ തൻ്റെ ജീവൻ രക്ഷിച്ച ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു മകനായി ചാൾസ് മാറി. ഫെബ്രുവരി 1 റോമിലെ ഒരു ഫ്രഞ്ച് ദേവാലയത്തിലെ ഈ വിശുദ്ധന്റെ തിരുശേഷിപ്പ് സൂക്ഷിക്കുന്ന ഒരു പേടകം നിർമ്മിച്ചതും ചാൾസ് തന്നെയായിരുന്നു.